കോട്ടന്റെ പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു അനാർക്കലി ചുരിദാറുമായിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര ലുക്ക് കേട്ടോ. സത്യത്തിൽ എനിക്ക് എൻ്റെ മിററിന്റെ മുമ്പിൽ ഞാൻ ഒരുങ്ങി നിന്നിട്ട് എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. അത്ര രസമുള്ള ഒരു ഐറ്റം. ഈ ചുരിദാർ മിസ്സാക്കലേ കേട്ടോ. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ ഫ്രില്ല് വരുന്നതുകൊണ്ട് ഭയങ്കര ബോറാണോന്നും. പക്ഷെ ഒരു ബോറുമില്ല. ഫുൾ ഗ്യാരണ്ടി എനിക്ക് നൽകാൻ പറ്റും. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എപ്പോഴും കോട്ടൻ്റെ ഡാർക്ക് ഷെയ്ഡല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്. പേസ്റ്റൽ ഷെയ്ഡോട് എടുത്ത് നോക്കിയോ, അത്രയും സോഫ്റ്റാണ്. ദുപ്പട്ടയാണ് നമ്മുടെ മൽമൽ കോട്ടൺ ഉണ്ടല്ലോ, അത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ആ ഒരു ഫീല് തന്നെ കിട്ടുന്നുണ്ട് ഈ ദുപ്പട്ടയ്ക്ക്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഐറ്റം, പ്രത്യേകിച്ച് ബേജ് കളർ മിസ്സാക്കാൻ നിൽക്കില്ലേ. നെക്കിൽ ഇതുപോലെ നല്ല രീതിയിലാണ് നമ്മുടെ എന്താ പറയുക ജെറി കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മനോഹരമായി ഈ ഒരു ഐറ്റം മിസ്സാക്കാതിരിക്കും. നമ്മുടെ ബഡ്ജിങ്ങും ഒക്കെ കവറായി ഭയങ്കര ഫ്രീ ആയിട്ട് വെയർ ചെയ്യാം. അപ്പം എന്താ പറയുക, ഫസ്റ്റ് ഇത് തന്നെയാണ്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് പോയിരിക്കുന്ന ഈ പൂക്കളുണ്ടോ, ഈ പൂക്കളുടെ വേരിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ്. അടുത്ത കളർ കാണാം. അടുത്തത് വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും ഫിറ്റിങ്സും പക്കാണ്. ഒരു പ്രിന്റിൽ വരുന്ന കളർ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കൂട്ട് എൻ്റെ യൂണിറ്റിൽ എനിക്ക് ചെയ്യിപ്പിച്ചതായതുകൊണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. അത്രയും നല്ല ഐറ്റം ആട്ടോ. നല്ല കട്ടിങ്ങും ഫിറ്റിങ്സും ഒക്കെയാണ്. പക്ക ഫിനിഷിംഗ് ആയിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് കോട്ടൺ എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഫിനിഷിംഗ് ആണെന്ന്. പിന്നെ ഞാനൊരു കാര്യം ദയവ് ചെയ്ത് ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഈ കോട്ടൺ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ നനച്ച് വെച്ച് നശിപ്പിച്ച് കളയല്ലേ. ഒരു കാര്യം കൂടെ പറയാം, വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഏതൊരു ഐറ്റം എൻ്റെ മുന്നിലേക്ക് എടുത്ത് വെച്ചിരുന്നാലും ഞാൻ അതിനെക്കുറിച്ച് ക്വാളിറ്റി നിങ്ങളത് പറഞ്ഞു തന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കോട്ടൺ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. ജോർജറ്റ് ചെയ്യുന്ന കൂട്ട് അല്ല, അതായത് ഫോക്സ് ജോർജറ്റ് ഒക്കെ ചെയ്യുന്ന കൂട്ട് ഇതിനെ എടുത്തിട്ട് നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. കെയർ ചെയ്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ പോലും. നമുക്കിപ്പോൾ എന്താ നമ്മൾ വലിയ വലിയ ജോലിക്കൊന്നും പോകുന്നവരല്ല, ഒരുപാട് വിയർപ്പൊന്നും തങ്ങി നിൽക്കുന്നതല്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അതേപോലെ കൈകാര്യം ചെയ്താൽ ചിലരൊക്കെയാണ്, ഇപ്പോൾ ഞാനൊക്കെ ആയാലും നല്ല നല്ല ഐറ്റംസ് ആണെങ്കിൽ ഫസ്റ്റ് ഒന്നും വാഷ് ചെയ്യാറില്ല. കുറച്ചൊന്ന് ഇട്ടതിന് ശേഷം മാത്രമേ അതിൻ്റെ വാഷിംഗ് ഒക്കെ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനം സൂക്ഷിച്ച് നോക്കണ്ടേ അല്ലേ. അതുകൊണ്ട് അങ്ങനെ തന്നെ കെയർ ചെയ്ത് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ കോട്ടൺ ഈയിടെ ഒരു കസ്റ്റമർ, ഞാൻ അതെനിക്കങ്ങ് വിഷമം വന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോലും ഈ കോട്ടൻ്റെ ഷാൾ കൊണ്ടുവന്ന് മുക്കി നന്നായിട്ട് വെച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ എന്തായാലും എന്തെങ്കിലും കളർ ബ്ലീഡിങ്ങോ എല്ലാം വന്നു പോയി കഴിഞ്ഞാൽ അതിന് ഞാൻ എടുത്തു പറയാം. ഇതിനൊന്നും കളർ പോകുമെന്ന് എനിക്ക് പോകത്തില്ല, അതെനിക്കൊരു ഉറപ്പാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് മുന്നിൽ പറയുന്നത് ഇതാണ്, ശ്രദ്ധിച്ച് വാഷ് ചെയ്യണം കേട്ടോ. എനിക്കിത് ഗ്യാരണ്ടി, കാരണം ഞാനിത് ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. ഞാൻ വാഷിംഗ് മെഷീനിലാണ് സത്യത്തിൽ ഇടുന്നത്, കാരണം എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. പറഞ്ഞ് ഒത്തിരി ആയിപ്പോയി. അപ്പം ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അടുത്ത കാണാം. അടുത്ത കളർ ഉണ്ടാവും. അടുത്ത കളറും സ്റ്റൈലാണ്. ഇതിനകത്ത് പ്രത്യേകത സ്മാൾ തൊട്ടിട്ട് XXL വരെ ആയിരിക്കും വരുന്നത് കേട്ടോ. പ്രത്യേകം നോക്കണം. സ്മാള്, മീഡിയം, ലാർജ്, XL, XXL, XXL വരെ വരുന്നുണ്ട്. അത്രയും ആൾക്കാർക്ക് ഇത് എടുക്കാൻ പറ്റും. അടുത്തതാണ്. അടുത്ത പ്രിന്റ് നോക്കി, ഒരു ബ്ലാക്ക് ഗ്രേയും ബ്ലാക്ക് കൂടെ ചേർന്ന് വരുന്ന പ്രിന്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത് ലാർജുകാരും മീഡിയംകാരും എപ്പോഴും പരാതിയെ കിട്ടുന്നില്ല എന്ന്. ഇതിനകത്ത് ലാർജ് മീഡിയം ഒക്കെ ഉണ്ട് കേട്ടോ. ലാർജുകാർക്കും ഇത് ഭംഗിയാ, എന്നാൽ വണ്ണം ഉള്ളവർക്കും ഭംഗിയാ. ഒരുപോലെ ഭംഗിയാവുന്ന ഈ ഒരു ഐറ്റം മിസ്സാക്കല്ലേ. ഇത്രയും നല്ലൊരു ഐറ്റം. അതിൻ്റെ താഴെ വന്നിട്ട് ഇതുപോലെ ലേസ് പാച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഇതുണ്ടോ, നല്ല റിസോർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലേസ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1780 കാരണം അതിൻ്റെ കട്ടിങ്ങും ഫിറ്റിങ്സും അത്രമാത്രമാണ്. ഞാൻ പറഞ്ഞുള്ളതാ. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒത്തിരി വീഡിയോ ലാഗായി എങ്കിലും ഞാൻ ഇട്ടപ്പോൾ ഉണ്ടായ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇട്ടപ്പോൾ ഇവിടെ പിള്ളേരായാലും ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട്, ഇത് എടുത്തോ മേഡം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. അപ്പം ധൈര്യപൂർവ്വം കയറി പർച്ചേസ് ചെയ്ത സൈറ്റിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത്. സൈറ്റിൻ്റെ ID വരുന്നത് surma.in എന്നാണ്. അതും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ജയ്പൂർ കോട്ടൻ്റെ വലിയൊരു കളക്ഷൻസ് തന്നെ നമുക്കുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.